സുപ്രഭാതം. ഇന്നത്തെ ദിനചര്യ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ജപ്പാനിലെ വിനാശകരമായ വെള്ളപ്പൊക്കവും റൊമാനിയയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഊർജ്ജ പ്രതിസന്ധിയുമാണ് വാർത്തകളിൽ ആദ്യം. തുടർന്ന് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംബന്ധമായ പ്രധാന വിവരങ്ങളും ഉണ്ടായിരിക്കും. ഈ വാർത്തകളിലേക്ക് നമുക്ക് വിശദമായി കടക്കാം. കിഴക്കൻ ജപ്പാനിൽ റെക്കോർഡ് മഴയെ തുടർന്നുണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തിലും അടിസ്ഥാന സൗകര്യങ്ങൾ തകരാറിലായതിനെ തുടർന്നും 4 പേർ മരിച്ചു. കനത്ത മഴ ഗതാഗത സംവിധാനങ്ങളെ സാരമായി ബാധിച്ചതായും ടോക്കിയോയിലെ പ്രധാന ട്രാൻസിറ്റ് ഹബ്ബുകളിൽ ആയിരക്കണക്കിന് യാത്രക്കാർ കുടുങ്ങിക്കിടക്കുകയാണെന്നും അൽ ജസീര റിപ്പോർട്ട് ചെയ്യുന്നു. റോഡുകളിലെ വെള്ളക്കെട്ടും വ്യാപകമായ വൈദ്യുതി തടസ്സവും രക്ഷാപ്രവർത്തനങ്ങളെ ദുഷ്കരമാക്കുന്നതായി പ്രാദേശിക അധികൃതർ അറിയിച്ചു. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് എത്താൻ രക്ഷാപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജലനിരപ്പ് ഉയരുന്നത് തടസ്സമായി തുടരുകയാണ്. ഈ വർഷം ലഭിക്കേണ്ട ശരാശരി മഴയേക്കാൾ കൂടുതൽ മഴയാണ് ലഭിച്ചതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരുകയാണ്. തീരദേശ മേഖലകളിലൂടെ നീങ്ങുന്ന കൊടുങ്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ നദികളിലെ ജലനിരപ്പ് അധികൃതർ നിരീക്ഷിച്ചുവരികയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും അവശ്യ സേവനങ്ങൾ പുനഃസ്ഥാപിക്കാനും സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കാലാവസ്ഥ മെച്ചപ്പെട്ടാൽ മാത്രമേ നാശനഷ്ടങ്ങളുടെ പൂർണ്ണരൂപം വ്യക്തമാകൂ എന്ന് ദൗത്യം റിപ്പോർട്ട് ചെയ്യുന്നു. റൊമാനിയയിലെ ഏക ആണവനിലയം അടച്ചുപൂട്ടാൻ അധികൃതർ നിർബന്ധിതരായി. റെക്കോർഡ് ചൂടിനെ തുടർന്ന് ഡാന്യൂബ് നദിയിലെ ജലനിരപ്പ് അപകടകരമാംവിധം താഴ്ന്നതാണ് ഇതിന് കാരണം. രാജ്യത്തിന്റെ മൊത്തം വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ ഏകദേശം 20% നൽകുന്ന സെർണവോഡ ആണവനിലയം തണുപ്പിക്കൽ പ്രക്രിയകൾക്കായി പൂർണ്ണമായും ഈ നദിയാണ് ആശ്രയിക്കുന്നത്. നിലവിലെ ജലനിരപ്പ് സുരക്ഷിതമായ പ്രവർത്തനത്തിന് തടസ്സമാണെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. നദിയിലെ ജലപ്രവാഹവും താപനിലയും നിരീക്ഷിച്ചുവരികയാണെന്നും അടുത്ത 10 ദിവസത്തിനുള്ളിൽ പ്ലാന്റ് പ്രവർത്തനം പുനരാരംഭിക്കാൻ സാധ്യതയില്ലെന്നും അധികൃതർ അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന തീവ്രമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെ എത്രത്തോളം ദുർബലമാക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ അടച്ചുപൂട്ടൽ. വൈദ്യുതി വിതരണം തടസ്സപ്പെടാതിരിക്കാൻ സർക്കാർ ശ്രമങ്ങൾ തുടരുമ്പോഴും ഈ നീണ്ട ഇടവേള മേഖലയിലെ ഊർജ്ജ സുരക്ഷയെ സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. വരൾച്ച തുടരുകയാണെങ്കിൽ പ്ലാന്റിന്റെ പ്രവർത്തനത്തെ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ എങ്ങനെ ബാധിക്കുമെന്ന് ഊർജ്ജ വിദഗ്ധർ പരിശോധിച്ചുവരികയാണ്. ഡാന്യൂബ് നദിയിലെ ജലനിരപ്പ് സാധാരണ നിലയിലാകുകയും സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കുകയും ചെയ്ത ശേഷം മാത്രമേ പ്രവർത്തനം പുനരാരംഭിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ എന്ന് ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കി. ദൗത്യത്തിനു വേണ്ടി റിപ്പോർട്ട്. അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയായ ദൗത്യത്തിന്റെ 2 കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രംഗത്ത്. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ടാങ്കറുകൾക്ക് നേരെ ആക്രമണമുണ്ടായതെന്ന് ഖത്തർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായെങ്കിലും ജീവനക്കാർ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് ഔദ്യോഗിക റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു. സമുദ്ര സുരക്ഷയുടെയും അന്താരാഷ്ട്ര നാവിഗേഷൻ മാനദണ്ഡങ്ങളുടെയും ലംഘനമാണ് ഈ ആക്രമണമെന്ന് സർക്കാർ വ്യക്തമാക്കി. ഊർജ്ജ വിതരണ രംഗത്തെ ലോകത്തിലെ ഏറ്റവും നിർണായകമായ പാതയാണ് ഹോർമുസ് കടലിടുക്ക്. ഈ സംഭവം മേഖലയിലെ വാണിജ്യ കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. കപ്പലുകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ഗതാഗത സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി അബുദാബിയിലെ അധികൃതർ അന്താരാഷ്ട്ര സമുദ്ര പങ്കാളികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്നും ദേശീയ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനും സമുദ്ര ഗതാഗതത്തിന്റെ സ്ഥിരത നിലനിർത്തുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്നും ആവർത്തിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. സമുദ്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ട സാഹചര്യത്തിൽ യുടെ തുടർ നടപടികൾക്കായി ഉറ്റുനോക്കുകയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ. ദൗത്യത്തിനു വേണ്ടി വൺവേ അറ്റാക്ക് ഡ്രോൺ സംവിധാനങ്ങളുടെ സംയോജനത്തിനും പ്രവർത്തനത്തിനുമായി തങ്ങളുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. QNA റിപ്പോർട്ട് പ്രകാരം ഫാൽക്കൺ സ്ട്രൈക്ക് ഡ്രോൺ ടാസ്ക് ഫോഴ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംരംഭം അന്താരാഷ്ട്ര പങ്കാളികളുമായുള്ള സഹകരണം വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രാദേശിക സുരക്ഷ ശക്തമാക്കാൻ ലക്ഷ്യമിടുന്നു. ഓഗസ്റ്റ് 14 ഫ്ലോറിഡയിൽ നിന്നാണ് ഈ പ്രഖ്യാപനം വന്നത്. ആധുനിക വ്യോമയുദ്ധമുറകളിലെ സെൻകോമിന്റെ തന്ത്രപരമായ സമീപനത്തിൽ ഇതൊരു വലിയ മാറ്റത്തെ അടയാളപ്പെടുത്തുന്നു. തങ്ങളുടെ ഉത്തരവാദിത്ത മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ആളില്ലാ സംവിധാനങ്ങളെ വിന്യസിക്കുന്നതിലാണ് ഈ ടാസ്ക് ഫോഴ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നതിലൂടെ പ്രാദേശിക സഖ്യകക്ഷികളുമായി ചേർന്ന് ഡ്രോൺ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ഭീഷണികൾക്കെതിരെ ഏകീകൃതമായ പ്രതിരോധം ഉറപ്പാക്കാനും അമേരിക്ക ലക്ഷ്യമിടുന്നു. ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിൽ പങ്കാളികളാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് അത്യാധുനിക സാങ്കേതികവിദ്യകൾ സംയോജിപ്പിക്കുന്നതിനുള്ള വലിയൊരു പ്രതിബദ്ധതയാണ് ഈ നീക്കം വ്യക്തമാക്കുന്നത്.
അസംമെട്രിക് യുദ്ധമുറകൾക്കും യഥേകൃതം ജയിലോ സഖ്യസേനകൾ തമ്മിലുള്ള പരസ്പര സഹകരണത്തിനും അനന്തരനിരതയായി വർദ്ധിച്ചുവരുന്ന പ്രാധാന്യമാണ് ഈ വികസനം കാണിക്കുന്നതെന്ന് സൈനിക നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. മേഖലയിലെ സ്ഥിരത നിലനിർത്തുന്നതിനും ശത്രുതാപരമായ നീക്കങ്ങളെ തടയുന്നതിനുമായി പരിശീലനം, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടൽ, വൺവേ അറ്റാക്ക്, ഡ്രോണുകളുടെ ഏകോപിത വിന്യാസം എന്നിവയ്ക്ക് ടാസ്ക് ഫോഴ്സ് മുൻഗണന നൽകുമെന്ന് സെൻകോം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ്. കഴിഞ്ഞ മാസം ഗ്രീസിൽ നിന്ന് ജർമ്മനിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന റയാൻ എയർ വിമാനത്തിനുള്ളിലെ ജനൽ തകരാൻ കാരണം എഞ്ചിൻ ഫാൻ ബ്ലേഡ് പൊട്ടിയതാണെന്ന് കണ്ടെത്തി. അമേരിക്കൻ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ട പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എഞ്ചിനിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനത്തിന്റെ ഘടനയിൽ വിള്ളലുണ്ടാവുകയും ഇത് ജനൽ തകരുന്നതിനും ഒരു യാത്രക്കാരൻ ഭാഗികമായി പുറത്തേക്ക് വലിച്ചെറിയപ്പെടുന്നതിനും കാരണമായി. വിമാനം പറക്കുന്നതിനിടെ ഫാൻ ബ്ലേഡ് പൂർണ്ണമായും തകരുകയും അതിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ വിമാനത്തിന്റെ ബോഡിയിൽ ഇടിച്ച് ബലപ്പെടുത്തിയ ഗ്ലാസ് തകർക്കുകയുമായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണം തുടരുകയാണെങ്കിലും അടിയന്തര ലാൻഡിംഗിന് കാരണമായ ഈ സംഭവത്തെക്കുറിച്ചുള്ള ആദ്യ ഔദ്യോഗിക സാങ്കേതിക വിശദീകരണമാണിത്. ഇത് ഒറ്റപ്പെട്ട നിർമ്മാണ പിഴവാണോ അതോ വിമാനങ്ങളുടെ പൊതുവായ സാങ്കേതിക പ്രശ്നമാണോ എന്ന് കണ്ടെത്താൻ ഏവിയേഷൻ സുരക്ഷാ വിദഗ്ധർ എഞ്ചിന്റെ മെയിന്റനൻസ് ചരിത്രം പരിശോധിച്ചുവരികയാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അന്താരാഷ്ട്ര വ്യോമയാന അധികൃതരുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് എയർലൈൻ അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ലെങ്കിലും യൂറോപ്യൻ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ എഞ്ചിൻ സുരക്ഷയെക്കുറിച്ച് കൂടുതൽ പരിശോധനകൾക്ക് ഇത് വഴിയൊരുക്കിയിട്ടുണ്ട്. എഞ്ചിൻ ഭാഗങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശകലന റിപ്പോർട്ടുകൾ വരും ആഴ്ചകളിൽ പുറത്തുവരും. 2019 എത്യോപ്യൻ എയർലൈൻസ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട അരിഷ് പൗരന്റെ കുടുംബത്തിന് $29 ദശലക്ഷം നഷ്ടപരിഹാരം നൽകാൻ ഷിക്കാഗോയിലെ ജൂറി ഉത്തരവിട്ടു. BBC റിപ്പോർട്ട് പ്രകാരം മൈക്കൽ റയാന്റെ വിധവയായ നവോയിസ് കോണലി റയാൻ ബോയിങ്ങിനെതിരെ നൽകിയ സിവിൽ കേസിലാണ് ഈ വിധി. അഡിസ് അബാബയിൽ നിന്ന് പറന്നുയർന്ന ഉടൻ തകർന്ന 737 മാക്സ് വിമാനത്തിൽ ഉണ്ടായിരുന്ന 157 പേരിൽ ഒരാളായിരുന്നു മൈക്കൽ റയാൻ. എത്യോപ്യൻ എയർലൈൻസ് ദുരന്തത്തിലും മാസങ്ങൾക്ക് മുൻപ് ഇന്തോനേഷ്യയിൽ നടന്ന ലൈൻ എയർ വിമാനാപകടത്തിലും കാരണമായ MCAS കമന്റ് എന്ന ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ നിർമ്മാതാക്കളായ ബോയിങ്ങിനുള്ള ഉത്തരവാദിത്തമായിരുന്നു നിയമനടപടികളിൽ പ്രധാനമായും പരിശോധിച്ചത്. അപകടത്തിൽപ്പെട്ട പല കുടുംബങ്ങളുമായും ബോയിംഗ് നേരത്തെ ഒത്തുതീർപ്പിലെത്തിയിരുന്നെങ്കിലും റയാൻ കുടുംബത്തിന് ലഭിക്കേണ്ട നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതിനായി ഈ കേസ് വിചാരണയിലേക്ക് നീങ്ങുകയായിരുന്നു. ജീവഹാനിയും കുടുംബത്തിനുണ്ടായ ആഘാതവും കണക്കിലെടുത്താണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. 737 മാക്സ് വിമാനങ്ങൾ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയതുമുതൽ ആഗോളതലത്തിൽ വലിയ വിമർശനങ്ങളും നിയമനടപടികളും ബോയിംഗ് നേരിടുന്നുണ്ട്. ഷിക്കാഗോ ജൂറിയുടെ തീരുമാനത്തിനെതിരെ അപ്പീൽ പോകുമോ എന്ന കാര്യത്തിൽ ബോയിംഗ് ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല എങ്കിലും വിമാനത്തിന്റെ നിർമ്മാണത്തിലുണ്ടായ പിഴവുകൾ കമ്പനി നേരത്തെ സമ്മതിച്ചിരുന്നു. വേണ്ടി റിപ്പോർട്ട്. കഴിഞ്ഞ ആഴ്ചയുണ്ടായ അപ്രതീക്ഷിത വിമാനയാത്രാ സംഭവത്തെ തുടർന്ന് തങ്ങളുടെ മുഴുവൻ പൈലറ്റുമാർക്കും നിർബന്ധിത മയക്കുമരുന്ന് പരിശോധന ഏർപ്പെടുത്തുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് വിമാനത്തിലെ എല്ലാ ജീവനക്കാരെയും പരിശോധനയ്ക്ക് വിധേയരാക്കാൻ എയർലൈൻ തീരുമാനിച്ചതെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. ഷെഡ്യൂൾ ചെയ്ത വിമാനയാത്രയ്ക്കിടെ വിമാനം പെട്ടെന്ന് വലിയ തോതിൽ താഴേക്ക് പതിച്ച സംഭവത്തിന് പിന്നാലെയാണ് ഈ തീരുമാനം. ഈ അപ്രതീക്ഷിത സംഭവത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്ന് പ്രവർത്തന നിലവാരത്തെക്കുറിച്ച് കമ്പനി അടിയന്തരമായി ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. പുതിയ പരിശോധനാ രീതികൾ എപ്പോൾ മുതൽ നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ എയർലൈൻ ഇതുവരെ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും യാത്രക്കാരുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിനും സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കുന്നതിനുമുള്ള മുൻകരുതൽ നടപടിയായാണ് ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. വിമാനം പെട്ടെന്ന് താഴേക്ക് പതിച്ച സംഭവത്തിൽ മനുഷ്യസഹജമായ പിഴവാണോ അതോ സാങ്കേതിക തകരാറാണോ കാരണമെന്ന് വ്യോമയാന അധികൃതർ അന്വേഷിച്ചുവരികയാണ്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും എയർലൈൻ വ്യക്തമാക്കി. പുതിയ പരിശോധനാ സംവിധാനങ്ങൾ അന്തിമമാക്കുന്നതിനൊപ്പം സുരക്ഷാ ഓഡിറ്റിന്റെ കണ്ടെത്തലുകൾ പുറത്തുവരുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് റിപ്പോർട്ട് ചെയ്യും. ഇന്നത്തെ ആഗോള സംഭവങ്ങളെക്കുറിച്ചുള്ള ഈ സ്ഥിരീകരിച്ച വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സംഭവങ്ങൾ നടക്കുന്ന മുറയ്ക്ക് കൃത്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ സ്ഥിരീകരിക്കുന്നത്